വഹ്ദഹു ലാ ശരീക ലഹു. അല്ലാഹുവിന് ഒരു വിധത്തിലും ഒരു കൂറുകാരനും ഇല്ല, അവനോട് ഒരു വിഷയത്തിലും തുല്യമാകുന്നവൻ ഇല്ല. അബൂജഹലും ബത്തുമത്തുമൊക്കെ പറഞ്ഞു, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. പടച്ചവനെ, നിനക്ക് ഒരു സൈസ് കൂറുകാരുണ്ട് എന്ന് പറഞ്ഞു. അടുത്ത മുശ്രിക്കുകൾ അല്ലാഹുവിന് പങ്കു ചേർത്തു. ഒരു സൈസ് കൂറുകാരുണ്ട്, അവർ നിന്റെ കീഴിലാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ നമ്മളെ നാട്ടിലൊക്കെ മുഖ്യമന്ത്രിന്റെ കീഴിൽ കുറെ മന്ത്രിമാരും, അവരെല്ലാവരും കൂടി കൂറായിട്ട് വരണം, എല്ലാവരും കൂടി കൂറായിട്ട് വരണം, പക്ഷെ എല്ലാവരും മുഖ്യമന്ത്രിന്റെ കീഴിലാണ്. അതുപോലെ പരമേശ്വരൻ എന്ന് പറഞ്ഞിട്ട് ഒരു പഠിച്ചവൻ, ആ പഠിച്ചവന്റെ കീഴിൽ കുറേ ദൈവങ്ങൾ, ആ ദൈവത്തിനൊക്കെ പഠിച്ചവന്റെ ഭരണത്തിൽ കൂറ്. ഈ നിലക്ക് അബൂജഹലും ബത്തുമത്തുമൊക്കെ വിശ്വസിച്ചു, അവർക്ക് ഈമാൻ കിട്ടിയില്ല. അതുകൊണ്ട് അവരെ പറ്റി അല്ലാഹു തആല പറഞ്ഞു, ലാ യുമിനു ബില്ലാഹിൽ അദീം, അത് അല്ലാഹുവിൽ വിശ്വസിക്കാത്തവരാണ്. അല്ല ഉണ്ട് എന്ന് അവരും പറഞ്ഞിരുന്നു, അതുകൊണ്ട് വിശ്വാസമാവില്ലല്ലോ അല്ലേ? ഇസ്ലാം മതം ഉണ്ട് എന്നതുകൊണ്ട് ഇസ്ലാമിൽ വിശ്വസിക്കലാവും, ഹിന്ദു മതം ഉണ്ട് എന്നതുകൊണ്ട് ഹിന്ദു മതത്തിൽ വിശ്വസിക്കലാവും, ക്രിസ്തു മതം ഉണ്ട് എന്നതുകൊണ്ട് ക്രിസ്തു മതത്തിൽ വിശ്വസിക്കലാവും. അപ്പൊ അതുകൊണ്ട് അല്ലാഹു ഉണ്ട് എന്നതുകൊണ്ട് മാത്രം അല്ലാഹുവിൽ വിശ്വസിക്കലാവില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഖുർആൻ കഫറൂ ബി റബ്ബിഹിം, അവരുടെ റബ്ബിൽ അവർ അവിശ്വസിച്ചവരാണ് എന്ന് പറഞ്ഞു. നമ്മളങ്ങനല്ല. ലാ ശരീക ലഹു, അല്ലാഹുവിന് ഒരു വിധത്തിലും ഒരു കൂറുകാരനും ഇല്ല. ലഹുൽ മുൽക്ക്, അല്ലാഹുവിന് മാത്രമാണ് അധികാരം, അല്ലാഹുവിന് മാത്രമാണ് ഉടമസ്ഥത, അല്ലാഹുവിന് മാത്രമാണ് അധികാരം. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. സ്തുതി എന്ന് പറയുന്നത് നല്ല കാര്യത്തിൽ പുകഴ്ത്തി പറയുന്നതിനാണ് സ്തുതി എന്ന് പറയുന്നത്. അങ്ങനെ നല്ല കാര്യത്തിൽ പുകഴ്ത്തി പറയുന്ന എല്ലാ പുകഴ്ത്തലിന്റെയും അർഹൻ അല്ലാഹുവാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമുക്ക് ഏത് കാരുണ്യം മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ലഭിച്ചെങ്കിലും വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും അനുഗ്രഹമായി മാത്രമാണ് നബിയെ തങ്ങളെ പറഞ്ഞേറ്റതെന്ന് പറഞ്ഞു. അപ്പൊ സർവ്വ റഹ്മത്തിനും കാരണക്കാരനും നിമിത്തവും മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സർവ്വലോകത്തിലും. പക്ഷേ ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാരുണ്യം അല്ലാഹു കൊടുക്കുന്നത് കൊണ്ട് മാത്രമുള്ളതാണ്, അല്ലാഹുവിന്റെ റസൂലിന് സ്വന്തമായി ഉള്ളതല്ല. അങ്ങനെ ലോകത്ത് ഒരാൾക്കും സ്വന്തമായി ഒന്നുമില്ല, സ്വന്തമായി ഉള്ളവർ അല്ലാഹ് മാത്രമാണ്. മറ്റുള്ളവരെല്ലാം അല്ലാഹ് കൊടുത്തിട്ട് ലഭിക്കുന്നവരാണ്. ഇന്നമാ അന ഖാസിബുൻ വല്ലാഹു യുഅ്തി, ഞാൻ വിതരണം ചെയ്യുന്നവനാണ്, കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉടമസ്ഥനല്ലേ കൊടുക്കാൻ പറ്റൂ, ഉടമസ്ഥനല്ലേ കൊടുക്കാൻ പറ്റൂ, ഉടമസ്ഥൻ അല്ലാഹുവാണ്, ഞാൻ വിതരണം ചെയ്യുന്ന ആളാണ്. ഓ മുഅ്മിനീങ്ങളെ, ഇമാം ബുഖാരി റിപ്പോർട്ടിലെ ഹദീസിൽ അത് കാണാം. അപ്പൊ എല്ലാ അധികാരവും അല്ലാഹുവിനാണ്. ഇനി നമുക്ക് ആര് മുഖേന എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും, നമുക്ക് ഉസ്താദുമാര് മുഖേന ഇൽമ് കിട്ടി, ഇമാമിങ്ങൾ മുഖേന ഇൽമ് കിട്ടി, നമുക്ക് അല്ലാഹു തആല പലരും മുഖേന പണം തന്നു, അല്ലാഹു തആല ഭക്ഷണം മുഖേന ആരോഗ്യം തന്നു, അല്ലാഹു തആല കണ്ണ് മുഖേന കാഴ്ച തന്നു, കാത് മുഖേന കേൾവി തന്നു. അങ്ങനെ തുടങ്ങിയിട്ട് പലരും മുഖേനയും പലതും അല്ലാഹു തആല നമുക്ക് തന്നു. എന്നാൽ ബാപ്പ മുഖേന ഉമ്മ മുഖേന ജന്മം തന്നു, വളർച്ച തന്നു, പുരോഗതി തന്നു. ഇവരെല്ലാം നന്മയുടെ നിമിത്തങ്ങളാണെന്ന നിലക്ക് അതിനെല്ലാം നാം ആദരിക്കുന്നു, സ്നേഹിക്കുന്നു. പക്ഷേ കൊടുക്കുന്ന രാജാവ് ഒന്നാണ്. ആ രാജാവ് വെച്ച നിമിത്തങ്ങളാണ്. ആ രാജാവ് ബാപ്പയെ ബഹുമാനിക്കാൻ പറഞ്ഞു, ഉമ്മയെ ബഹുമാനിക്കാൻ പറഞ്ഞു, ആലിമീങ്ങളെ ബഹുമാനിക്കാൻ പറഞ്ഞു, നബി കുടുംബത്തെ സ്നേഹിക്കാൻ പറഞ്ഞു, പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ പറഞ്ഞു, കഅബയെ ബഹുമാനിക്കാൻ പറഞ്ഞു. അങ്ങനെ പലതിനെയും പലരെയും ബഹുമാനിക്കാൻ പറഞ്ഞു. പക്ഷേ ആ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാതെ കൊടുക്കുന്നവനില്ല, തടയുന്നവനില്ല. അതുകൊണ്ട് ആർക്കെന്ത് മഹത്വമുണ്ടെങ്കിലും, ആരെ എന്തിന്റെ പേരിൽ എത്ര സ്തുതിക്കുന്നുണ്ടെങ്കിലും, എല്ലാ സ്തുതിയുടെയും ഉടമസ്ഥനും അതിന്റെ എല്ലാം അവകാശിയും അല്ലാഹ്.
ലഹുൽ ഹംദ്. അല്ലാഹുവിന് തന്നെയാണ് സർവസ്തുതിയും. ആരെ എത്ര പുകഴ്ത്തി പറഞ്ഞാലും അതിന്റെ എല്ലാം അവകാശിയും ഉടമസ്ഥനും അല്ലാഹ്. അതാണ് ലഹുൽ മുൽക്ക് ബിയദിഹിൽ യുഹീ വയുമീത്. അവനാണ് ഹയാത്തിനെ പടക്കുന്നവൻ, അവനാണ് മരണത്തെ പടക്കുന്നവൻ, അവനാണ് ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ റബ്ബ് യുഹീ വയുമീതു, എന്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന റബ്ബാണ് എന്ന് പറഞ്ഞു നമ്രൂദിനോട്. അവൻ നമ്രൂദ് എന്ത് ചെയ്തു? അത് ഞാനും ചെയ്യുന്നത്. അങ്ങനെ ഒരാളെ കൊണ്ട് രണ്ടാളെ കൊണ്ട് വിളിച്ച് ഒരുത്തന്റെ തലങ്ങ് വെട്ടിയിട്ട് പറഞ്ഞത് അവനെ ഞാൻ മരിപ്പിച്ചു. മറ്റൊരാൾ ഞാൻ എന്റെ തലേന്ന് പെടുത്തില്ല പോയിക്കോ, അവനെ ഞാൻ ജീവിപ്പിച്ചു. ഇതാണോ ഇബ്രാഹിം നബി ഇസ്ലാം യുഹീ വയുമീതു എന്ന് പറയുന്നതിന്റെ അർത്ഥം? യുഹീ വയുമീതു, ഹയാത്തിനെയും മൗത്തിനെയും പടക്കുന്നവനാണ്. അതിവനെ കൊണ്ട് കഴിയും ഹയാത്തിനെയും മൗത്തിനെയും പടക്കാന്? മൗത്തിന് നിമിത്തമുള്ള ഈ വെട്ടാനോടെ കൊണ്ട് കഴിയും, ഹയാത്തിന് നിമിത്തമുള്ള ഈ വിടാനോടെ കൊണ്ട് കഴിയും, ഹയാത്തിനെയും മൗത്തിനെയും പടക്കാനോടെ കൊണ്ട് കഴിയൂല. അപ്പൊ ഇബ്രാഹിം നബി ഇസ്ലാം പറഞ്ഞ് ആ തലയില്ലാത്തവന് മനസ്സിലായില്ല. ആ നമ്രൂദ് എന്ന് പറഞ്ഞ തലച്ചോറില്ലാത്തവന് ഇബ്രാഹിം നബി ഇസ്ലാം പറഞ്ഞ് മനസ്സിലായില്ല. അപ്പൊ ഇബ്രാഹിം നബി ഇസ്ലാമിനോട് ഇവനൊരു പോത്താണ്, ഇവനൊന്നും ചെയ്യാനൊരു പോത്താണ്, ഇവനോട് ഈ സംവാദത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ ഇവന് തിരിയൂല. അവിടെ മൂപ്പരം ചെയ്തു തെളിവൊന്ന് മാറ്റി വേറൊരു തെളിവ് പറഞ്ഞു. എന്റെ റബ്ബ് കിഴക്കുന്ന സൂര്യനെ ഉദിപ്പിക്കുന്ന റബ്ബാ. ഫഅതി ബിഹാ മിനൽ മഗ്രിബി. എന്നാ പിന്നെ നീ പടിഞ്ഞാറ് ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് ഉദിപ്പിച്ചാട്ടെ. പടിഞ്ഞാറ് ഇങ്ങോട്ടൊന്ന് ബുഹിത്തല്ലേ നീ കഫാറ പോകുന്നു. അപ്പൊ ഇവരെ കൊണ്ടൊന്നും പറയാനുണ്ട്. എന്താ പറയാ, പടിഞ്ഞാറ് ഇങ്ങോട്ട് ഉദിപ്പിക്കാന്ന് പറയാൻ കൊണ്ട് കഴിയോ? കഴിഞ്ഞില്ല, തോറ്റുപോയി. തോക്കൽ ആദ്യം തന്നെ തോറ്റിനി. പക്ഷേ ബുദ്ധിയില്ലാത്തതുകൊണ്ട് തിരിഞ്ഞില്ല, തോറ്റതാണ് തിരിഞ്ഞില്ല. അപ്പൊ ഏത് ബുദ്ധിയില്ലാത്തവരും മനസ്സിലാകുന്നത് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവരോടുകൂടി അവർ മറുപടി ഉണ്ടായില്ല. അപ്പൊ യഹീബീത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മരണത്തിനും ജീവിതത്തിനും കാരണമാകുന്നു, നിമിത്തമാകുന്നു എന്നല്ല. അത് പല സൃഷ്ടികളും നിമിത്തമായി വരും. അതേ സമയത്ത് മരണത്തെയും ഹയാത്തിനെയും പടക്കുന്നവനാണ് അല്ലാഹ്. യുഹീ വയുമീത് ബിയദിഹിൽ ഖൈർ. എല്ലാ നന്മയും അവന്റെ കൈവശത്തിലാണ്, അവന്റെ അധികാരത്തിലാണ്. അവനിൽ നിന്നല്ലാതെ ഒന്നും കിട്ടാനില്ല. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ്. കടുത്ത ബുദ്ധിയായ ഒരു മനുഷ്യൻ വലിയ ബുദ്ധിയുള്ളവരാന്ന് വിചാരിച്ചു. അങ്ങനെയുള്ളൂ, തീരെ ബുദ്ധിയില്ലാത്തവരാണ് ഞാൻ വലിയ ബുദ്ധിയുള്ളവരാന്ന് തോന്നുക. അങ്ങനെ കടുത്ത വിടിയായ ഒരു മനുഷ്യൻ ഞാൻ വലിയ ബുദ്ധിയുള്ളവരാന്ന് തോന്നി. അവനെന്ത് ചെയ്തു? അവനൊരു ദ്രവിച്ച എല്ലിന്റെ കഷ്ണം കൊണ്ടെടുത്തു. അതെടുത്ത് കൈ പിടിച്ചൊരൊറ്റ ഞെക്കല ഞെക്കിയപ്പോ പൊടിപൊടിയായിട്ട് ദ്രവിച്ചു പോയ എല്ലിങ്ങനെ പൊടിപൊടിയായി വീഴാൻ തുടങ്ങി. അപ്പൊ അവന്റെ ചോദ്യം, ഈ ദ്രവിച്ച് പൊടിപൊടിയായി പോകുന്ന എല്ലിനെ ആർക്കാണ് ജീവിപ്പിക്കാൻ കഴിയുക? പരിശുദ്ധ ഖുർആൻ അവന്റെ ചോദ്യം എടുത്തു പറയുകയാണ്. അവന്റെ ചോദ്യമാണത്. ഈ ദ്രവിച്ചു പോയ പൊടിപൊടിയായ എല്ലിനെ ആർക്കാണ് ജീവിപ്പിക്കാൻ കഴിയുക? അത് പറയുമ്പോൾ അല്ലാഹു തആല പറഞ്ഞു, അതേ മനുഷ്യന്റെ ഒരവസ്ഥാവിശേഷം അവനതാ ഹസീമുൻ മുബീനായി വലിയ തർക്കക്കാരനായി വന്നിരിക്കുന്നു. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ. അവന്റെ ബീജത്തിൽ നിന്ന് മനുഷ്യനെ നമ്മൾ പടച്ചു. ഒരിന്ദ്രിയ തുള്ളിക്ക് ലക്ഷക്കണക്കായ അംശങ്ങളിൽ ഒരംശമാണ് ബീജം. ഒരു തുള്ളി ഇന്ദ്രിയത്തിന്റെ ലക്ഷക്കണക്കിന് അംശങ്ങളിൽ ഒരംശമാണ് ബീജം. ആ ചെറിയ അംശം കൊണ്ട് നമ്മൾ അവനെ പടച്ചു. ഖലഖനാഹു മിൻ നുത്ഫത്തിൻ. എന്നിട്ടോ ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ. അവനതാ വലിയ തർക്കക്കാരനായി രംഗത്ത് വന്നിരിക്കുന്നു. എന്താണ് അവന്റെ അവസ്ഥാവിശേഷം? അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ വദറബ ലനാ മസലൻ വനസിയ ഖൽഖാഹ്. അവനൊരു മോഡൽ ഉണ്ടാക്കി പറയാണ് നമുക്ക്. അവനൊരു എല്ലിന്റെ കഷ്ടമെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് അവൻ ആ എല്ല് പിടിച്ചിങ്ങനെ ഞെക്കിയിട്ട് പൊടിപൊടിയായി വീഴുമ്പോ അവൻ ചോദിക്കുകയാണ്, അവൻ നമ്മക്കൊരു ഉപമ ഉണ്ടാക്കിയിട്ട് ചോദിക്കുകയാണ്, വനസിയ ഖൽഖഹു. അവനവന്റെ സൃഷ്ടിപ്പിനെ മറന്നുപോയി.
അവനെ എങ്ങനെയാ പടച്ചത് എന്നുള്ളത് അവൻ മറന്നുപോയി. വനസിയ ഖൽഖഹു, എന്നിട്ട് അവന്റെ ചോദ്യമാണ് വയ്യുഹീൽ നിദാമ വഹിയ റമീം. ഖുൽ, പറയൂ നബിയേ, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ, അതിനെ ആദ്യം ഇവിടെ പടച്ച റബ്ബ് തന്നെ അതിനെ ഇവിടെ ജീവിപ്പിച്ചുണ്ടാക്കുമെന്ന് പറയൂ നബിയേ. വല്ലാത്തൊരു വാക്കാണത്. എല്ലാവരും തൽബിയത്തില്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار.